വ്യാവസായിക അടിസ്ഥാനത്തിൽ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതികൾക്ക് 15 വർഷം വീതം കഠിന തടവും 1.5 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ. ഇന്ത്യയിൽ തന്നെ കരമാർഗം പിടിക്കപ്പെട്ട രണ്ടാമത്തെ വലിയ കഞ്ചാവ് കേസിലാണ് പാലക്കാട് 3-ാം സെഷൻസ് കോടതിയുടെ വിധി. 757.5 കിലോ കഞ്ചാവാണ് പ്രതികളിൽ നിന്ന് 2021 പിടിച്ചെടുത്തതെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി.കെ. സതീഷ് പറഞ്ഞു. 2021 വാളയാറിൽ വെച്ചാണ് എക്സൈസ് സംഘം പ്രതികളിൽ നിന്ന് ലോറിയിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടിയത്. കേസിൽ പ്രതികളായ ഡ്രൈവർ മലപ്പുറം മേലാറ്റൂർ എപ്പിക്കാട് തയ്യിൽ വീട്ടിൽ 30 വയസ്സുള്ള ബാദുഷ, പെരിന്തൽമണ്ണ അമ്പായപ്പറമ്പിൽ വാക്കയിൽ വീട്ടിൽ 25 വയസ്സുള്ള മുഹമ്മദ് ഫായിസ്, ഇടുക്കി കട്ടപ്പന നരിയമ്പാറ വരകമലയിൽ വീട്ടിൽ 28 വയസ്സുള്ള ജിഷ്ണു എന്നിവരെയാണ് പാലക്കാട് 3-ാം സെഷൻസ് കോടതി ജഡ്ജി കെ.പി. തങ്കച്ചൻ ശിക്ഷിച്ചത്. 15 വർഷം കഠിന തടവും 1.5 ലക്ഷം വീതം പിഴയും, പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം വീതം അധിക തടവുമാണ് ശിക്ഷ. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പി. അനിലും NDPS സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ശ്രീനാഥ് വേണുവും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എസ്. സിദ്ധാർത്ഥനും ഹാജരായി. കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു കേസായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ അത് ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ ഡിറ്റക്റ്റിംഗ് ഓഫീസർ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു. അതിൻ്റെ എല്ലാം കൂടെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമുക്ക് ഇന്നുള്ള ഒരു വിധി. അപ്പോൾ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഈ വിധി സമൂഹത്തിൽ ഇങ്ങനെ കുറ്റം ചെയ്യുന്നവർക്കൊരു പാഠവും കൂടെയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നല്ല ഒരു വിധിയാണ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യത്ത് കരമാർഗം പിടിക്കപ്പെട്ട രണ്ടാമത്തെ വലിയ കഞ്ചാവ് കേസാണിതെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി.കെ. സതീഷ് പറഞ്ഞു. ഇത് രണ്ടാം കോവിഡ് തരംഗത്തിൻ്റെ ഇടയിൽ പരിശോധന ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു മയക്കുമരുന്ന് വേട്ടയാണ് ഈ കേസ്. ഏകദേശം 757 കിലോ കഞ്ചാവാണ് വാളയാർ അതിർത്തിയിൽ വെച്ച് 2021 ഏപ്രിൽ മാസം 22-ാം തീയതി വൈകിട്ട് 7:45 PM സമയത്ത് പാലക്കാട് എക്സൈസ് പിടികൂടിയത്. കോവിഡ് പരിശോധനയുടെ മറവിൽ പരിശോധന ഉണ്ടാവില്ല എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മാഫിയ വൻതോതിൽ ഇങ്ങനെയൊരു കടത്ത് പ്ലാൻ ചെയ്തത്. കേസിൽ മറ്റൊരു പ്രതിയായ തിരുവനന്തപുരം കാട്ടാക്കട പാറവിളത്ത് 32 വയസ്സുള്ള ഉണ്ണി പിന്നീടാണ് പിടിയിലായത്. ഈ പ്രതിക്കെതിരായ സാക്ഷി വിസ്താരം പിന്നീട് നടക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.